അനസ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഇസ്ലാഹ് ലേഖനം വായിക്കുന്നുണ്ടല്ലോ അദ്ദേഹം. ഇസ്ലാഹ് ലേഖനം വായിക്കുമ്പോൾ ഈ വിഷയം യഥാർത്ഥത്തിൽ ഇസ്ലാഹ് മാസികയിൽ വന്നതാണല്ലോ അദ്ദേഹം വായിച്ചിട്ട് ശിർക്കാരോപിക്കുന്നത്. ഇസ്ലാഹ് മാസികയിൽ തന്നെ അതിനുള്ള വിശദീകരണം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാഹ് മാസികയിൽ ജനുവരി 2008 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസികയിൽ പത്രാധിപരുടെ മറുപടിയായിട്ട് നമുക്കവിടെ കാണാം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജനപ്രദേശത്ത് നിന്ന് തൻ്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണ് എന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്നാണ് ഇസ്ലാഹ് മാസികയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നു വന്ന വിശദീകരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.